ഇനി നമുക്ക് എന്തായാലും സൈഡിൽ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണമല്ലോ, ചുരിദാറാണെങ്കിലും ഫ്രോക്കാണെങ്കിലും എന്താണെങ്കിലും. അപ്പം നമ്മൾ സൈഡിലത്തെ കല്ല് ഒരു 1.25 ഇഞ്ചിലെങ്കിലും പൊട്ടിച്ച് കളയണം. അപ്പോൾ ഈ ഒലക്കയും മുരലും ഉപയോഗിച്ചിട്ടാണ് ഞാൻ പൊട്ടിച്ച് കളയണം. ഇത് നമ്മുടെ ഒലക്ക, നമ്മുടെ ഇത് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സൗണ്ട് വന്നും പോയി നിൽക്കണമായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഇത് പൊട്ടിക്കുന്നുണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് കഴുത്ത് വെട്ടാം. ഫ്യൂസ് ടാപ്പിൽ നമ്മളത് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ബിഗിനേഴ്സിന് വളരെ എളുപ്പമായിരിക്കും ഇത് തയ്ച്ചെടുക്കാനായിട്ട്. നമുക്ക് ഇതേപോലത്തെ ഡ്രസ്സിനൊക്കെ തയ്ച്ച് പിടിപ്പിക്കാനായിട്ട് ഫ്യൂസ് ടാപ്പ് കുഴപ്പമില്ല. കാരണം ഒരു ലൈനിങ് പീസിൻ്റെ റേറ്റ് തന്നെ വരും. നേരെ മറിച്ച് സാധാരണ ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് തയ്ച്ചെടുക്കാം. പിന്നെ 4-ാം തീയതി കല്യാണത്തിൻ്റെതാണ്. പിന്നെ 3-ാം തീയതി രാത്രിയായി. 3-ാം തീയതി രാത്രി 12:45 സമയം കാണിച്ചു തരാം. അപ്പോൾ ഇത് 3-ാം തീയതി രാത്രി 12:45. കാരണം ഇത് ഞാൻ ആദ്യം വൈകുന്നേരമാണ് വെട്ടണ കാണിച്ചത്. പിന്നെ കടയിൽ പോയി വന്നപ്പോൾ ഉണ്ട് അത് രാത്രിയായി. പിന്നെ താഴ്ഭാഗമൊക്കെ ഉണ്ട്, കല്ല് പൊട്ടിച്ച് വിരകി കിടക്കണേണ് ആകെ. അപ്പോൾ 40 ഇഞ്ച് വണ്ണത്തിന് ഞാൻ ഇവിടെ കഴുത്ത് വെട്ടുന്നത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഉണ്ട്, ബോട്ട് നെക്ക് പോലെയാണ് വെട്ടുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ വെട്ടണം എന്ന് പറയുമ്പോൾ 4 ഇഞ്ചാണ് കഴുത്തിൻ്റെ വീതി ഞാനിവിടെ കൊടുക്കുന്നത്. പിന്നെ ലെങ്ത്ത് കൊടുക്കുന്നത് 5 ഇഞ്ചുമാണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. ലെങ്ത്ത് നമുക്ക് 5 ഇഞ്ചായിട്ട് അതും അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെയും 4 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ഇതിലേക്ക് ജോയിൻ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ബോട്ട് നെക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇത്തിരി വൈഡായിട്ടുള്ള നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വീതിയുമാണ് കേട്ടോ. എന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ നമ്മളിങ്ങനെ കൊടുക്കണം. 40 ഇഞ്ച് വണ്ണമാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് മോൾ വശം ഒന്ന് ലെവൽ ചെയ്ത് വെട്ടിക്കൊടുക്കുക. കാരണം ഇത്തിരി വ്യത്യാസമുണ്ട് ഇതിന് മുകൾ ഭാഗം. എന്നിട്ട് നമ്മൾ ഈ മുകൾ ഭാഗത്ത് കുറച്ച് നിർത്തിയിട്ട് വേണം വെട്ടിക്കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ട, ഇതേപോലെ ഇങ്ങനെ എക്സ്ട്രാ വന്ന പീസ് നമുക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പീസും നമുക്ക് വെട്ടിയെടുക്കാം. സെൻറ്ററിൽ നമ്മൾ ആദ്യം കഴുത്ത് വരച്ചു കൊടുത്തില്ലേ, അതും നമുക്ക് വെട്ടിയെടുക്കാം. ഇത് കണ്ട, ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നിവർത്തിയിട്ട് തേച്ചെടുക്കാം കേട്ടോ. ഇത് കഴുത്ത് ഓവർ വലുതൊന്നും ആയിരിക്കില്ല, കറക്റ്റ് ആയിരിക്കുള്ളൂ. ഇനി നമുക്കിതൊരു തുണിയിൽ വെച്ചിട്ട് തേച്ചെടുക്കാം. നമുക്കിത് ഇതിൽ വെച്ചിട്ട് തേച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഏപ്രിൽ 5-ാം തീയതിത്തെ കല്യാണം ഉണ്ടോ, 4-ാം തീയതി അല്ല. ഫസ്റ്റ് തന്നെ ഞാൻ 4-ാം തീയതി എന്നാണ് പറയണത്, പക്ഷെ 5-ാം തീയതിയാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇത് അറ്റപ്പറ്റി ആക്കിയാന്ന്. കല്യാണത്തിൻ്റെ തലേ ദിവസം 2 മാസം മുമ്പ് സംഭവം എനിക്ക് എടുത്ത് തന്നാണ്. പക്ഷേ നോമ്പിൻ്റെ തയ്യലും തിരക്കും പിന്നെ ഒരു ആങ്ങളേൻ്റെ മുള വളടലുണ്ടായിരുന്നു, അത് പെട്ടെന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ആങ്ങളേൻ്റെ മുള ഡ്രസ്സൊന്നും ഞാനല്ല തയ്ച്ചത്, പക്ഷേ അത് ചിലവരുടെ ഡ്രസ്സ് ഞാനാണ് തയ്ച്ചത്, അതിൻ്റെ ചെക്കൻ്റെ വീട്ടുകാരതും അങ്ങനെ. അപ്പോൾ അത് ഈ കല്യാണത്തിൻ്റെയും വളടലിൻ്റെയും പെരുന്നാളിൻ്റെയും ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ വന്നത്. എല്ലാം കൂടി ഒരു തിരക്കും, പിന്നെ തൊണ്ടവേദന, തൊണ്ടക്ക് സൗണ്ട് ഇല്ല. ഇതിൻ്റെ സ്കേർട്ടൊക്കെ വെട്ടുന്ന സമയത്തൊന്നും ഒട്ടും സൗണ്ട് ഇല്ല. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ പിടിക്കണം. എൻ്റെ വ്യൂവേഴ്സ് എനിക്ക് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് വേണം വെട്ടിയെടുക്കാനായിട്ട് കേട്ടോ. തേച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കണേ.
അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററാണ്. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് പോയിന്റ് ഒന്ന് വെട്ടി കൊടുക്കണം. രണ്ടും അങ്ങനെ തന്നെ ചെയ്തിട്ട് ഇതിങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കണം. എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിടുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ അത് തയ്ച്ചിട്ട് വരാം. ഇനി നമുക്ക് ഈ ഫ്യൂസ് ടാപ്പ് തേച്ച് പിടിപ്പിച്ചാണ് ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് കഴുത്ത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ കഴുത്ത് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ അടുത്ത വീഡിയോസിലിടാം. കാരണം എല്ലാം കൂടി ഒരുമിച്ച് കണ്ടു വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബിഗിനേഴ്സിന് തയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അടുത്ത വീഡിയോസിൽ ഒന്നുകൂടി വിശദമായിട്ട് ഒന്നുകൂടി ടൈമിംഗ് എടുത്തിട്ട് ഞാൻ ഇടുന്നതാണ്. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.